AKG സെന്റർ ആക്രമണ കേസിൽ കുറ്റപത്രം അംഗീകരിച്ച കോടതി ജൂൺ 13-ന് ഹാജരാകാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു. തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ന്റേതാണ് ഉത്തരവ്. വിജിൻ വായത്തോടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും ഉള്ളത്? കുറ്റപത്രം കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. വിവരങ്ങൾ. ആദ്യഘട്ടത്തിൽ AKG സെന്റർ അക്രമവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. 2 പ്രതികളായിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് പിടികൂടാൻ കഴിഞ്ഞത് 2 പ്രതികളെയാണ്. അക്രമം നടത്തിയ പ്രതി ജിതിനും അതുപോലെ തന്നെ ജിതിനെ രക്ഷപ്പെടാൻ സഹായിച്ച നവ്യയും ഉൾപ്പെട്ട കുറ്റപത്രമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് 13-ന് ഹാജരാകണമെന്ന നോട്ടീസും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇതിലെ 2-ാം പ്രതിയും മുഖ്യ സൂത്രധാരനുമായിട്ടുള്ള സുഹൈൽ ഷാജഹാനെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണുള്ളത്. ഇയാളുടെ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ നാളെയോടുകൂടി ചില സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ പുതിയ പ്രതി 2-ാം പ്രതി കൂടി അറസ്റ്റിലായ സാഹചര്യത്തിൽ അനുബന്ധ കുറ്റപത്രവും ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ ഹാജരാക്കും. വിജിൻ, അതായത് ജൂലൈ 13-ന് പ്രതികളോട് ഹാജരാകാനാണോ കോടതി ഇപ്പോൾ സമൻസ് അയച്ചത്? അങ്ങനെയാണോ വ്യക്തമാകുന്നത്? ജൂലൈ 13-ന് ഈ 2 പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നാണ് നിലവിൽ കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രം നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഇതിലാണിപ്പോൾ പ്രതികൾക്ക് ഇത് അംഗീകരിച്ചുകൊണ്ട് 2 പ്രതികളെയും കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി. AKG സെന്റർ ആക്രമണ കേസിൽ കുറ്റപത്രം അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. ജൂലൈ 13-ന് ഹാജരാക്കാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു. തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ന്റേതാണ് ഉത്തരവ്. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.